ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളും അർത്ഥസഹിതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ചിട്ട് ആണ് നാരായണീയം രചിച്ചിട്ടുള്ളതല്ലോ, നമുക്കറിയാം. അപ്പോ ആ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തെ സംഗ്രഹിച്ചിട്ടാണ് നാരായണത്തിലെ 1, 2, 3 ദശകങ്ങൾ രചിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്കന്ധത്തിലെ 1, 2 അധ്യായങ്ങള് സംഗ്രഹിച്ചിട്ടാണ് ഈ നാലാമത്തെ ദശകം എഴുതിയിട്ടുള്ളത്. അത് ആ നാലാമത്തെ ദശകത്തില് യോഗാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ആ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അർത്ഥം പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അർത്ഥം നോക്കാം. കല്യതാം എന്ന് പറഞ്ഞ എന്താണ്? ആരോഗ്യത്തെ. മമ പറഞ്ഞ എനിക്ക്. കുരുഷ്വ എന്ന് പറഞ്ഞ തരേണമേ. താവതീം അത്രത്തോളം. അപ്പോ മമ താവതീം കല്യതാം കുരുഷ്വ, എനിക്ക് അത്രത്തോളം ആരോഗ്യത്തെ തരേണമേ എന്ന് പറയാണ്. എത്രത്തോളം ആരോഗ്യത്തെയാണ് തരാൻ പറയുന്നത്? അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. കല്യതേ ഭവതുപാസനം യയാ. ഭവതുപാസനം അങ്ങയെ ഉപാസിക്കുന്നതിന് യയാ ഏതൊന്നാണോ എത്രയാണോ ആരോഗ്യം, അങ്ങയെ ഉപാസിക്കുന്നതിന് എത്ര ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയാണ് മേൽപ്പത്തൂര് കേട്ടോ. പിന്നെ സ്പഷ്ടമഷ്ടവിധ യോഗചര്യ. സ്പഷ്ടം ഉറപ്പായിട്ടും അങ്ങയെ ഉപാസിക്കുന്നതിന് എത്ര ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ സ്പഷ്ടം ഉറപ്പായിട്ടും അഷ്ടവിധ യോഗചര്യയാ ആ 8 തരത്തിലുള്ള യോഗചര്യകള് അനുഷ്ഠിച്ചോളാന്ന് പറയാണ്. പുഷ്ടയാശു. പുഷ്ടയാ പ്ലസ് ആശു. പുഷ്ടയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ 8 വിധത്തിലുള്ള ആ യോഗചര്യയൊക്കെ ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം. എന്നിട്ട് ആശു പറഞ്ഞാൽ വേഗം. തവ പറഞ്ഞ അങ്ങയിൽ. തുഷ്ടിമാപ്നുയാം. തുഷ്ടീം പ്ലസ് ആപ്നുയാം. തുഷ്ടി എന്ന് പറഞ്ഞാണ് ആ പ്രസാദത്തെ. ആപ്നുയാം തേടിക്കൊള്ളാം എന്ന് പറയാണ്. നേടിക്കൊള്ളാം എന്ന് പറയാണ്. അങ്ങയെ ഉപാസിക്കുന്നതിന് എത്ര ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അപൂർണമായ ആ അഷ്ടവിധ യോഗചര്യയെ 8 വിധത്തിലുള്ള യോഗചര്യയെ വേഗം തന്നെ ആചരിച്ചിട്ട് വേഗം തന്നെ അങ്ങയുടെ പ്രസാദത്തെ നേടിക്കൊള്ളാം, അല്ലെങ്കിൽ അങ്ങയുടെ പ്രീതി ഞാൻ സമ്പാദിച്ചു കൊള്ളാം എന്ന് പറയാണ് മേൽപ്പത്തൂര് കേട്ടോ. അപ്പോ ഈ അഷ്ടയോഗങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ
സമാധിയിലേക്ക് എത്തുന്നതിന് 7 പടികൾ നമ്മൾ കയറണം. 7 പടികൾ കയറുമ്പോഴാണ് നമ്മൾ സമാധിയിലേക്ക് എത്തുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ 7 പടികൾ കയറി സമാധിയിലേക്കൊക്കെ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. മേൽപ്പത്തൂർ എന്താ പറഞ്ഞത് വിചാരിച്ചു കഴിഞ്ഞാല്, അങ്ങയെ ഉപാസിക്കാനുള്ള ഈ ആരോഗ്യം, എനിക്ക് എത്ര ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തന്നെ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാന് ഈ 8 വിധത്തിലുള്ള ആ യോഗാചര്യകൾ അനുഷ്ഠിച്ചിട്ട് അങ്ങയുടെ പ്രീതി ഞാൻ സമ്പാദിച്ചു കൊള്ളാം എന്ന് പറയാണ്. അപ്പോ ഈ 8 യോഗങ്ങളുണ്ടല്ലോ, അഷ്ടയോഗങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ ഇനി നമുക്ക് ഓരോ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യദേവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശുതവ തുഷ്ടിമാപ്നുയാം. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.